ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കിച്ചണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന്. പക്ഷേ ഇത് ഡേ ഇൻ മൈ ലൈഫല്ല, ഇന്ന് ട്രാവൽ വ്ലോഗ് തന്നെയാണ്. അപ്പോൾ എന്തിനാ കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നല്ലേ, ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ വർക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്ട്രെസ്സായിട്ട് കുറച്ച് നാളായി നമ്മളൊരു ചെറിയ ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വീക്കെൻഡ് ഒരു ട്രിപ്പ് പോകാമെന്ന്. അപ്പോൾ വിചാരിച്ചെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന്. സാധാരണ ഞങ്ങൾ A2B എന്നോ അല്ലെങ്കിൽ ശരവണഭവനിൽ നിന്നോ ഒക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി ഇപ്പോൾ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ചട്നി ഉണ്ടാക്കുന്നേ ഉള്ളൂ. എന്തിനകത്ത് വെച്ചോ, മാറിപ്പോയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ഇഡ്ഡലി ആയിട്ട് വരും. ഇത് രാഹുലിൻ്റെ ദോശ മറന്നു പോയത്. മതി. അപ്പം ഞങ്ങൾ ചട്നിയൊക്കെ ഉണ്ടാക്കി വേഗം പോട്ടെ, ടൈം ഒരുപാട് ലേറ്റായി. ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി 4 മണി കഴിഞ്ഞു. അപ്പോൾ വേഗം എല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പോകുന്ന വഴി റൂട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞിട്ട് ഞാനാ പോസ്റ്റ് ചെയ്തത്. ചേച്ചി ഇഡ്ഡലി ഞാൻ ട്രിപ്പ് പോകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഹൊസൂർ, കൃഷ്ണഗിരി, സേലം, അവിടെ നിന്ന് ദിണ്ടിക്കൽ അങ്ങനെ കട്ട് ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ കൃഷ്ണഗിരി കഴിയുന്നത് വരെ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയായിരുന്നു. ടാറ്റാ. അതെന്താ അത് കുഴപ്പമില്ല. മൺസൂൺ ടൈം ആയതുകൊണ്ട് ഡ്രൈവ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം 2 സൈഡും ഫുള്ള് പച്ചപ്പായിരുന്നു. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതാണോ കുന്ന്? കുന്നല്ല, കുന്ന് കുന്ന്. ഇടയ്ക്ക് നല്ല തണലുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുത്തതിൻ്റെ ഒരു ഗുണം ഞങ്ങൾ മെയിനായിട്ട് കണ്ടത് ടൈം ഒത്തിരി ലാഭിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ പോയി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് കഴിച്ചു, പിന്നെ അവിടെ കുറേ സമയം നമ്മൾ വെറുതെ ഇങ്ങനെ ചിലവഴിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതേ ഇത് പനിനീർ സോഡ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയ ഷോപ്പിൽ ഇടയ്ക്ക് നിർത്തിയപ്പോൾ വാങ്ങിയതാണ്. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഇടയ്ക്ക് കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കരിക്ക് വെട്ടുന്ന ആ ഒരു സ്റ്റൈൽ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഉച്ചയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാൽ ടൗണിലെത്തി. അവിടുന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോയത്. ഞങ്ങൾ സ്റ്റേയിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് ഇച്ചിരി മോശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി നടന്നാണ് കയറിയത്. മഴ ചാറുന്നുണ്ടല്ലേ? എത്തി അമ്പോ. ഓ, ഇതാണോ സബർജലി തോട്ടം? അടിപൊളി വ്യൂ അല്ലേ?
കൊടൈക്കനാലിൽ ഞങ്ങൾ സ്റ്റേ എന്ന് പറയുന്നത് നായിഡപുരത്താണ് വരുന്നത്. ടൗണിൽ നിന്ന് ഒത്തിരി ഉള്ളിലോട്ട് മാറി ഒരു 2 നില ബിൽഡിംഗാണ്. ഇതൊരു വലിയൊരു അതായത് ഈ റോഡിൻ്റെ എൻഡിൽ ഈ വീട് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങോട്ട് കൃഷി പ്രോപ്പർട്ടീസ് അങ്ങനത്തെ സ്ഥലങ്ങളാണ്, ഫാം അങ്ങനത്തെ ഒത്തിരി പ്രോപ്പർട്ടീസാണ് വരുന്നത്. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് 4 BHK ആണ്. 4 റൂമും പിന്നെ ഒരു വലിയ കിച്ചൺ, ഒരു വലിയ ഡൈനിങ് ഹാള്, ഒരു വലിയ ലിവിങ് ഏരിയ, അങ്ങനെ ഒരു വലിയൊരു വീടാണ് ഞങ്ങൾക്ക് സ്റ്റേ ആയിട്ട് കിട്ടിയത്. എന്ത് വീട്? മേലെ കയറിക്കണം. ഇത് ഞങ്ങളുടെ തന്നെ ഫ്രണ്ടിൻ്റെ പരിചയത്തിലുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അത്. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണല്ലോ പോയത്. അപ്പം കിച്ചണും ഒക്കെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഒരു രക്ഷയില്ല, പറയാൻ ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഭയങ്കര വ്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. പിന്നെ കാറ്റ്, ഭയങ്കര കാറ്റായിരുന്നു. എന്നുവെച്ചാൽ അവിടുത്തെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ആടി മാസമാണല്ലോ, അപ്പോൾ അതിൻ്റെയാണ് ഈ കാറ്റ്, 30 ദിവസവും നിർത്താണ്ട് നല്ലോണം കാറ്റുണ്ടാവും എന്ന് പറഞ്ഞു. അത് ശരിക്കും രാത്രിയായാലും നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അവിടെ നിന്നാൽ പളനി ആ ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ പുള്ളി അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റിയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇതിനപ്പുറത്തോട്ടൊക്കെ അവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്, ചെറിയ ഫാമൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞായിരുന്നു രാവിലെയൊക്കെ നടക്കാൻ പോകാം, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നുണ്ട്. പിന്നെ രാത്രിയിലത്തെ വ്യൂ ഒരു രക്ഷയില്ല. ആ ടൗണിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വന്നിട്ടേ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ കാറ്റ്, ശരിക്കും ടെമ്പറേച്ചർ നോക്കുമ്പോൾ അധികമില്ല, പക്ഷേ ഈ കാറ്റ് കാരണം നമുക്ക് നല്ലോണം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ പ്രോപ്പർട്ടിയുടെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.